ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നാടൻ രീതിയിൽ ഒരു ചക്കക്കുരു ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരു കൊണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ തോരൻ ഉണ്ടാക്കാം. ചക്കക്കുരുവും മുരിങ്ങയിലയും തോരൻ ഉണ്ടാക്കാം, ചക്കക്കുരു മാത്രം തോരൻ ഉണ്ടാക്കാം, ചക്കക്കുരുവും പാവയ്ക്കും ചക്കക്കുരുവും കോവയ്ക്കും അങ്ങനെ ഒരുപാട് രീതിയിൽ തോരൻ ഉണ്ടാക്കാം. അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓരോ ദിവസവും ചാനലിൽ ഇടുന്നതായിരിക്കും. ചക്കക്കുരു ചേർത്ത് ഓലൻ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു നാടൻ തോരനായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിത് പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു 10 ചക്കക്കുരു ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവിൻ്റെ പുറമേയുള്ള ആ ഒരു തൊലി മാത്രമേ കളയാറുള്ളൂ. ഞാൻ അതിൻ്റെ ബ്രൗൺ കളർ തൊലിയൊന്നും കളയാറില്ല. അതിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചക്കക്കുരു വെച്ച് കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ തൊലി കളയാറില്ല. ഇനി ഇതിലേക്ക് ചക്കക്കുരു മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ചിട്ട് അത് വേവിക്കാൻ എടുക്കുന്ന ടൈമിലും വ്യത്യാസം ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചീരയും ചക്കക്കുരുവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ആ ചക്കക്കുരുവിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് അവസാനം നോക്കി ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് മാക്സിമം ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചീരയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചീരയും ചക്കക്കുരുവും വെന്ത് കിട്ടാൻ എടുക്കുന്ന സമയത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് നമ്മളത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാത്തത്. കാരണം ചീര നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, പക്ഷെ ചക്കക്കുരു ആ ഒരു സമയം കൊണ്ട് വെന്ത് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു തോരനിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ടാകണം. ഇനി നമുക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരു ചീരത്തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ചക്കക്കുരുവൊക്കെ വീട്ടിലുള്ള ടൈമിൽ ഇതുപോലെ ചീരത്തോരൻ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.